കല്ലുച്ചേ ഗുഡ് മോർണിംഗ്. അച്ഛൻ ലീവാണ്. ചൂപ്പടാവുമല്ലോ ഇപ്പോൾ എന്നെ എവിടേക്ക് പോണ്ടിട്ട് എവിടേക്ക് പോണ്ടിട്ട് മാലിച്ച് പോയാലോ? മാലിക്ക് പോയാലോ? ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ഫരിയടി. അപ്പം ഇന്ന് നല്ല ലേറ്റായിട്ടാണ് എണീച്ചത്. നേട്ടം ലീവാണ്. അപ്പം ഞങ്ങൾ ലേറ്റായിട്ടാണ് എണീച്ചത്. ലേറ്റാന്ന് പറഞ്ഞാൽ നോർമലി എണീക്കുന്ന സമയത്ത് എണീച്ചിട്ടുണ്ടാവും. 9 മണിയായിട്ടുണ്ട്. പക്ഷേ എണീറ്റിട്ടില്ല. അല്ല കല്ലു, എൻ്റെ കല്ലുവിൻ്റെ അച്ഛൻ ലീവാണ്. എന്താ പരിപാടി അപ്പോൾ? അപ്പോൾ നമുക്കിത് ഇന്ന് രാവിലെ ഇഡ്ഡലിയാണ് കേട്ടോ. അപ്പോൾ വേഗം ഇഡ്ഡലി പരിപാടിക്കൊക്കെ നിന്നു. ഇഡ്ഡലി ആയതുകൊണ്ട് ഞാൻ കുറച്ചും കൂടി ലേറ്റ് ആയത് നീക്കാണ്. കാരണം ഇഡ്ഡലിയൊക്കെ ആകുമ്പോൾ വേഗം ആവുമല്ലോ. അങ്ങനെ ഇഡ്ഡലിയും സാമ്പാറൊക്കെ വേഗം തട്ടിക്കൂട്ടി ഉണ്ടാക്കി. പിന്നെ അപ്പോഴേക്കും ഇത് അച്ഛൻ്റെ മോളും കൂടി പല്ല് തേക്കാൻ പോയിട്ടുണ്ട്. അച്ഛൻ്റെക്ക് പിന്നെ അച്ഛൻ്റെ കൂടെ തന്നെ അങ്ങോട്ട് നടന്നോളൂ കേട്ടോ. അച്ഛാന്ന് വിളിച്ചിട്ട് അങ്ങനെ വേഗം ചായയൊക്കെ കുടിച്ചിട്ട് 2 പേരും കൂടി പുറത്ത് പോകണമെന്ന് പറഞ്ഞ് നിൽക്കുന്നുണ്ടേ. ചായയൊട്ടിയൊക്കെ കഴിഞ്ഞു കേട്ടോ. ചായയൊട്ടി കഴിഞ്ഞതാ അച്ഛനും മോളും കൂടി ജസ്റ്റ് ഒന്ന് പുറത്ത് പോയതാണ്. മുട്ടയില്ല, അപ്പോൾ മുട്ട വാങ്ങിക്കണം. പിന്നെ അല്ലറ ചില്ലറ ചെറിയ ഷോപ്പിംഗ് കാര്യങ്ങളൊക്കെ ആയിട്ട്, ഷോപ്പിംഗ് തരാൻ പറ്റില്ല, ചെറിയൊരു പർച്ചേസിങ്, അതിന് വേണ്ടിയിട്ട് അച്ഛനും മോളും കൂടി പോയതാണ്. അപ്പോഴേക്കും ഞാൻ എന്ത് ചെയ്തു, ഇവിടേക്ക് ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു. ആകെ മൊത്തം അലങ്കോലായി കിടക്കുക. അപ്പോൾ അതൊക്കെ നമുക്കൊന്ന് ക്ലീൻ ചെയ്യാം. അങ്ങനെ 2 പേരും കൂടി ഇതാ പുറത്തൊക്കെ പോയി വന്നു. മുട്ടയൊക്കെ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടോ. അപ്പോൾ ഇതാ എനിക്ക് കൊണ്ടുവന്നതാണിത് ഐസ് കുൽഫി. അതാട്ടോ ഇത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് ഫ്ലേവർ പിസ്തയാണ് തോന്നുന്നുണ്ട്. എനിക്ക് നല്ല ഇഷ്ടമാട്ടോ ഇത്. എന്താ ഇന്നത്? മരുന്നാണത്. ഞാൻ നോണ പറയണ്ട. ഏകദേശം ഒരു 3:15 3:30 മൂവി. ഞങ്ങളൊരു മൂവിക്ക് പോവാണ്. നമ്മുടെ മാളിലാണ്. യൂത്ത് എന്ന് പറഞ്ഞ തമിഴ്പടാട്ടോ. ഞങ്ങളിവിടെ വന്നിട്ട് ഫസ്റ്റ് ടൈമാണ് അവിടെ എന്താ പറയുക ഫിലിം കാണാൻ പോകുന്നത്. ഞങ്ങളുടെ ചോറിനൊക്കെ ഞങ്ങൾ പെട്ടെന്ന് തന്നെ കഴിച്ചു കേട്ടോ. വളരെ സിമ്പിളായിട്ടുള്ളൊരു ചോറായിരുന്നു. കാരണം ചോറ്, സാമ്പാർ, രാവിലത്തെ സാമ്പാറില്ലേ അത്, പിന്നെ മുട്ട ഓംലേറ്റ്, അത് മാത്രമേ ഉള്ളായിരുന്നു കേട്ടോ. ആദ്യമായിട്ടാണ് ഏട്ടൻ ലീവുള്ള ദിവസം ഇത്ര സിമ്പിളായിട്ട് ഞങ്ങൾ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കുന്നത്. മറ്റേ ബിരിയാണി ആയിട്ടോ എന്തെങ്കിലുമൊക്കെ ആയിട്ട് നെയ്ച്ചോറൊക്കെ ആയിട്ട് ഉണ്ടാക്കലുണ്ട്. അങ്ങനെ ഇതാ കാരണം സിനിമയ്ക്ക് പോകാനുള്ള പ്ലാനിങ് പെട്ടെന്നുണ്ടായത്. ഞാനും കല്ലുട്ടി ഇവിടെ വന്നിട്ട് ഫസ്റ്റ് ടൈമായിട്ട് സിനിമയ്ക്ക് പോകണത്. കാരണം ഇവിടെ ഹിന്ദി പടമാണല്ലോ ഇറങ്ങാറ്. പിന്നെ മലയാള പടം എപ്പോഴെങ്കിലൊക്കെ ഇറങ്ങുള്ളൂ. ലാലേട്ടൻ്റെ അങ്ങനത്തെ പടങ്ങളൊക്കെ ഇറങ്ങുള്ളൂ. ആട് 3 ഇറങ്ങുമെന്ന് വിചാരിച്ചു. പക്ഷേ ഇവിടെ ദുരന്തർ മൂവിയായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞങ്ങളുടെ ഫസ്റ്റ് മൂവിയാണിത്. അപ്പോൾ തമിഴ് പടമായ കാരണം ഞങ്ങൾ പോണ്ടേ ഇങ്ങനെ ആലോചിച്ചിരിക്കുകയായിരുന്നു. അതാണ് ഇത്ര ലേറ്റായത്. അപ്പോൾ 3:30 പടം. ഞങ്ങൾ 3:15 ആകുമ്പോഴാണ് ഏകദേശം ഇറങ്ങുന്നത് വീട്ടിൽ നിന്ന് തന്നെ. അങ്ങനെ ഞങ്ങളിതാ മാളിലൊക്കെ എത്തി. വേഗം തന്നെ മാറ്റിയിട്ട് പോകും. വേഗം കല്ലുട്ടിക്ക് വേഗം മാറ്റി കൊടുത്ത് ഞാനും വേഗം മാറ്റി വേഗം പാത്രങ്ങളൊക്കെ കഴുകിച്ച് സെറ്റാക്കി. കാരണം എന്തായാലും രാത്രിയാവും വരാൻ. അങ്ങനെ ഞങ്ങൾ മാളിലെത്തി. മാളിൽ ഞങ്ങൾ ഒരുപാട് തവണ പോയിട്ടുണ്ടെങ്കിലും ഈ ഒരു തിയേറ്ററിൻ്റെ ഭാഗത്തേക്ക് പോയിട്ടില്ല. കാരണം സിനിമ കാണാൻ പോയിട്ടില്ലല്ലോ അവിടെ. അത് കാരണം ആ ഭാഗത്തേക്ക് പോയിട്ടില്ല. പക്ഷേ പോയപ്പോൾ നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. കാരണം ഫോട്ടോ എടുക്കാൻ പറ്റിയ കുറേ ഒരു ഏരിയാസ് ഉണ്ട് അവിടെ. അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്തു, വേഗം കുറച്ച് പോപ്കോണും ഐസ്ക്രീമും വെള്ളമൊക്കെ മേടിച്ചിട്ട് അകത്ത് കയറി. യൂത്ത് എന്നാണ് പടത്തിൻ്റെ പേര്. അടിപൊളി പടമാണ് കേട്ടോ. എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല രസമുണ്ട്. ഫാമിലി ആയിട്ട് പോയിരുന്ന് കാണാനും പറ്റും, അല്ലാതെ ഫ്രണ്ട്സായിട്ട് പോയിരുന്ന് കാണാനും പറ്റും. അടിപൊളിയായിരുന്നു. കല്ലുട്ടിക്കായാലും ഭയങ്കര ഇഷ്ടമായിട്ടാണ്. കല്ലുട്ടീനെ കൊണ്ട് പിന്നെ അലമ്പൊന്നുമില്ല. തിയേറ്ററിൽ പോയാലും ആൾ നല്ല അടിപൊളിയായിട്ട് ഉഷാറായിട്ടിരുന്ന് കണ്ടോളും. പിന്നെ അത് മാത്രമല്ല ഞങ്ങൾ മാത്രമേ ഉള്ളായിരുന്നു കേട്ടോ സിനിമ കാണാൻ. ഞങ്ങൾ മാത്രം പറഞ്ഞാൽ വേറെ 2 പേര് അതിന് ശേഷം വന്നിട്ടുണ്ടായിരുന്നു. വേറെ ആരും ഇല്ലായിരുന്നു. ഇത്രയും ആളില്ലാതെ ഞങ്ങൾ മാത്രമായിട്ട് ഞാൻ ആദ്യമായിട്ടൊരു സിനിമ കാണുന്നത്. അങ്ങനെ പടമൊക്കെ കണ്ടിറങ്ങി ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി നേരെ ഫുഡ് കോർട്ടിലേക്ക് പോയിട്ടോ. നല്ല പടമായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടോ. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയ സമയത്ത് കല്ലുട്ടിക്ക് ഇതാ പോപ്കോണല്ല ലോലിപോപ്പ് വേണമെന്ന് പറഞ്ഞാൽ ഭയങ്കര കരച്ചിലാട്ടാ. ഫുൾ അടവിൻ്റെ ആളാണ് ആള്. അയ്യോ
അങ്ങനെ ഞങ്ങളൊരു മസാല ദോശയും ഒരു ചോള ഭട്ടൂരയും വാങ്ങിച്ചു. അങ്ങനെ ആ 2 ഐറ്റം ഞങ്ങൾ 3 പേരും കൂടി അങ്ങട് തിന്ന് തീർത്തു കേട്ടോ. അതിനിടയിൽ ആൾക്ക് ലോലിപോപ്പും വാങ്ങിച്ചു കൊടുത്തു. കാരണം അത് വാങ്ങിക്കാതെ ആൾ അവിടെ നിന്ന് വരുന്നില്ലായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിച്ചു. ഞങ്ങൾ ജസ്റ്റ് അവിടെ നിന്ന് കറങ്ങി. പിന്നെ വേഗം തന്നെ ഞങ്ങൾ ഇറങ്ങി കേട്ടോ. കാരണം വേറെ ഒരു പരിപാടിയും ഇല്ലായിരുന്നു. ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ പുറത്ത് ടോയ് ട്രെയിൻ ഉണ്ട്. എല്ലാ പ്രാവശ്യവും അതിൽ കയറാറുണ്ട് കേട്ടോ. ഇപ്രാവശ്യം ഞാനാണ് അവളുടെ ഒപ്പം കൂട്ടിയിരുന്നത്. അങ്ങനെ ചുളുവിലൊരു ട്രെയിൻ യാത്രയും പാസ്സാക്കി ഞങ്ങളുടെ ഇന്നത്തെ ദിവസം അങ്ങോട്ട് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. അപ്പോൾ നമുക്കിനി വേറെ വിശേഷങ്ങളായിട്ട് വേറെ വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ.